പഞ്ചാബിനും ജമ്മു കശ്മീരിനും ഇടയിലുള്ള റാവി നദിക്ക് മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഈ പാലം ക്രോസ് ചെയ്ത് കയറുന്നത് ജമ്മു കശ്മീരിലേക്കാണ്. ഈ നദി ഒഴുകി പോകുന്നത് 18 കിലോമീറ്റർ നദീതീരത്ത് കൂടി പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതിർത്തി അല്ലേ ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ നദിയുടെ പ്രത്യേകത തുടക്കത്തിൽ തന്നെ നാം പറഞ്ഞു. ഈ നദിയുടെ ജലം പൂർണ്ണമായും ഭാരതത്തിന് അവകാശപ്പെട്ടത് ആണ് സിന്ധു നദീജല കരാർ. നമ്മളിപ്പോൾ മരവിപ്പിച്ചിരുന്ന സിന്ധു നദീജല കരാർ ഒരു തരത്തിലും ഈ നദിയുടെ ജലത്തിൻ്റെ ഉപയോഗത്തെ പരിമിതപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു ബാധ്യതയില്ല. എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആണ് ഭാരതത്തിന് ഈ ജലത്തിൽ ഉള്ളത് എന്നും ഉണ്ടായിരുന്നത്. പക്ഷേ 2 മാസങ്ങൾക്ക് മുമ്പ് വരെ അത് ഉപയോഗിക്കാൻ ഭാരതത്തിനായിരുന്നില്ല. കുറച്ച് മുമ്പ് പ്രേക്ഷകരെ ആ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു. ഭാരതം കടന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് തടയാൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകരാക്രമണം തുടർന്നുണ്ടായ ഒരു സംഗതി അല്ല. അത് 45 വർഷമായി വലിച്ചിഴച്ച് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബറാജ് ഡാം പദ്ധതി മൂലമാണ്. ആ പദ്ധതി പൂർത്തിയായിരിക്കുകയാണ്. ഷാപ്പൂർ കണ്ടി ഡാം എന്ന് പറയുന്ന പദ്ധതി പൂർത്തിയായതോടുകൂടി പാകിസ്ഥാനിലേക്ക് അനാവശ്യമായി ഒഴുക്കിക്കൊണ്ടിരുന്ന ജലം ജമ്മു കശ്മീരിലെയും പഞ്ചാബിലെയും കർഷകർക്ക് ഏതാണ്ട് 37,000-ഓളം ഹെക്ടർ കൃഷിഭൂമിക്ക് ജലസേചനത്തിന് ഉതകുന്ന വിധത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങി. ആ ജലം ഒഴുകുകയാണ് കർഷക മനസ്സുകളിലേക്ക്, കർഷക ഭൂമിയുടെ ഹൃദയങ്ങളിലേക്ക്. ഇനി ഒന്ന് കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത്, ജാനുവരി 2014 ഈ പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതാരാണ്? പാക് സർക്കാരല്ല, പാക് സൈന്യമല്ല, പാക് ഭീകരരല്ല, ജമ്മു കശ്മീർ സർക്കാർ, അന്നത്തെ ജമ്മു കശ്മീർ സർക്കാർ. അതെ. അപ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ജനം TV-യുടെ ഈ സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റ് വരുന്നത് റാവി നദി തീരത്തു നിന്നാണ്. റാവി നദിക്ക് മുകളിലൂടെയുള്ള പാലത്തിന് മുകളിൽ നിന്നാണ്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ആണ് ജമ്മു കശ്മീരിലേക്ക് ഉള്ള കവാടമാണ് നമ്മുടെ നമ്മുടെ ക്യാമറ പേഴ്സൺ ഉണ്ണി കെ വാര്യർ ഇപ്പോൾ കാണിക്കുന്നത്. ആ കാണുന്ന പ്രതിമ, കുതിരപ്പുറത്തേറി നിൽക്കുന്ന പ്രതിമ മഹാരാജ ഗുലാബ് സിംഗ് ജാംവാളിൻ്റെതാണ്. ജമ്മു കശ്മീർ മേഖലയുടെ ആദ്യ മഹാരാജാവാണ് മഹാരാജ ഗുലാബ് സിംഗ് ജാംവാൾ. സിഖ് സാമ്രാജ്യത്തിൻ്റെ കമാൻഡർ ആയിരുന്നു. ആദ്യം ബ്രിട്ടീഷുകാർക്ക് ഒപ്പം ചേർന്നെങ്കിലും പിന്നീട് സിഖ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി അമൃത്സർ കരാർ ഒപ്പിടുകയും ജമ്മു ആൻഡ് കശ്മീർ സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ കരാറോട് കൂടിയാണ് ബ്രിട്ടീഷുകാർക്ക് പണ്ട് ലാഹോർ കരാറിലൂടെ വിട്ടുകൊടുത്തിരുന്ന മുഴുവൻ ഭൂമിയും ആ സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുന്നത്. എന്തായാലും ആ വാതിൽക്കൽ ജമ്മു കശ്മീരിലേക്കുള്ള കവാടത്തിൽ തന്നെയാണ് മഹാരാജ ഗുലാബ് സിംഗ് ജാംവാളിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ ആദ്യത്തെ മഹാരാജാവ് ഡോഗ്ര രാജവംശത്തിലെ ഡോഗ്ര ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ പറയാം ഗുലാം സിംഗിന്റെ പ്രതിമ. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു കാണും. തുടർച്ചയായി സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന മേഖലയാണ്. ഒപ്പം അഗ്നൂർ ചിക്കൻ നെക്ക് അതിർത്തി മേഖലയിലേക്ക് ഇവിടെ നിന്ന് 18 കിലോമീറ്റർ മാത്രമാണ്. അത്തരത്തിൽ ഏറെ നിർണായകമായ പ്രദേശം. പാക് സൈനികരും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും എക്കാലവും തുടർച്ചയായി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് നമുക്ക് പഠാൻകോട്ടിനെയും ഈ കത്വ ജമ്മു കശ്മീർ ഗേറ്റ്വേയും എല്ലാം തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജമ്മു കശ്മീരിനെ ബാക്കപ്പ് ചെയ്തുകൊണ്ടുള്ള സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾക്കും സൈനിക താവളങ്ങളും സ്ഥിതി ചെയ്യുന്നൊരു മേഖല കൂടിയാണ്. ഏതായാലും നിർണായകമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കില്ല. ഒപ്പം മറ്റ് റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഗൗതം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയെങ്കിൽ പോലും അത് വകവെക്കാതെ ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കാനുള്ള കാരണം എന്തായിരിക്കും? കാരണം പാകിസ്ഥാൻ ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം വെടിനിർത്തൽ അംഗീകരിക്കുമ്പോഴും അത് അംഗീകരിക്കാൻ പാകിസ്ഥാന്റെ ഒരു വിഭാഗം സൈനിക ഉദ്യോഗസ്ഥരും
പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും തയ്യാറായിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ഭാരതത്തിന്റെ സൈനിക നടപടികളിൽ കനത്ത നാശനഷ്ടമാണ് ഭീകര സംഘടനകൾക്കുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ ഉൾപ്പെടെ സിന്ദൂർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു. അത്തരത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടായതിന്റെ പ്രകോപനമാണോ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭരണ നേതൃത്വം വെടിനിർത്തൽ അംഗീകരിച്ചിട്ടും സൈന്യവും ഭീകരവാദികളും അത് ഉൾക്കൊള്ളാത്തത്? ഗൗതം, ജിഷ്ണു, അതുതന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് കൃത്യമായി കാര്യങ്ങളിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഭാരതവുമായി ഒരു പ്രകോപനത്തിന് നിന്ന് കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ അവസാനത്തിനാണ് വഴിവെക്കുക എന്ന കൃത്യമായ ബോധ്യം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനുണ്ട്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷ്ഹാഖ് ദാർ ആണെങ്കിലും ഇവരെല്ലാം ഈ വെടിനിർത്തൽ വേണമെന്ന നിലപാടിനൊപ്പമായിരുന്നു. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. പല രാജ്യങ്ങളെയും മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാനാണ് അവരുടെ പുറകെ പോയത്. ഭാരതം ഈ വിഷയത്തിലേക്ക് ആരോടും ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ സൈന്യം എന്ന് പറയുന്നത് അത് കൃത്യമായി ഭീകര സംഘടനകൾ തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം ഭീകര സംഘടനകളാണ് പാകിസ്ഥാനിലെ സൈനിക സംവിധാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഭീകരരാരാണ് സൈനികരാരാണ് എന്ന് പാകിസ്ഥാനിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യ സ്റ്റെപ്പിൽ തകർന്നടിഞ്ഞത് മുറീക്കയും അതോടൊപ്പം തന്നെ ബഹാവൽപൂരും ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങളാണ്. അല്ലാതെ അവരുടെ ഏതെങ്കിലും ലോഞ്ചിങ് പാഡോ അവരുടെ ഏതെങ്കിലും ഒരു കേന്ദ്രമോ അല്ല. മറിച്ച് ബഹാവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ അല്ലെങ്കിൽ 1999 ആ ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്ത കൊടും ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ കേന്ദ്രമാണ്. അയാൾ അവിടെയാണ് ഒളിച്ച് താമസിക്കുന്നത്. അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അയാൾ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്നത്. അങ്ങനെയുള്ള ബഹാവൽപൂരിലേക്കാണ് ഭാരതത്തിന്റെ സ്കാർപ്പ് മിസൈലുകൾ ചെന്ന് പതിക്കുന്നത്. അത്തരം മിസൈലുകളിലൂടെ ഭാരതം നടത്തിയ സ്ട്രൈക്കിൽ ബഹാവൽപൂരിലെ ആ ഒരു മേഖല മുഴുവൻ തകർന്നു പോയി എന്ന് അവിടുത്തെ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മസൂദ് അസർ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. ഇയാളുടെ അടുത്ത 14 ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ബഹാവൽപൂരിലെ ഈ ജിഹാദി സ്കൂളിന്റെ ഇൻചാർജ് ഉൾപ്പെടെ, അതായത് ആ മേഖലയുടെ കൃത്യമായ കമാൻഡർ ഉൾപ്പെടെ ഈ ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മുറീക്ക എന്ന് പറയുന്നത് ഈ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമാണ്. അവിടെയാണ് ഹാഫിസ് സയ്യിദ് ഉണ്ടായിരുന്നത്. ഹാഫിസ് സയ്യിദിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മുറീക്കയിലും നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യഘട്ടത്തിൽ നമ്മൾ നടത്തുന്ന ഘട്ടത്തിൽ ഈ സ്കാർപ്പ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 9 കേന്ദ്രങ്ങളിൽ ഭാരതം നടത്തിയ സ്ട്രൈക്കിൽ 100ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ. കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് 90നും 100നും ഇടയിൽ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്നു. വലിയ നാശനഷ്ടം സംഭവിച്ചുവെന്നും ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും പാകിസ്ഥാനും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ തിരിച്ചടിയാണ്, വലിയ പ്രഹരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കടമെടുത്താൽ ശത്രു ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള തിരിച്ചടിയാണ് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയിരിക്കുന്നത്. അതിനാൽ ശത്രു സ്വാഭാവികമായും പ്രകോപനം സൃഷ്ടിക്കും. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇനിയും പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ ഭാരതം ഇതിനകം തന്നെ വലിയ തിരിച്ചടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാരതം മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോർമുഖം തുറക്കുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് സംശയമില്ല. അതിനാലാണ് ഇസ്ലാമാബാദിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വം ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഭീകരവാദികളായിട്ടുള്ള പാകിസ്ഥാന്റെ സൈന്യം കൃത്യമായി ഇന്നലെ രാത്രിയിലും പ്രകോപനം തുടരുന്ന പശ്ചാത്തലമുണ്ടായി. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും 2 വഴിയിലൂടെ തന്നെയാണ് പാകിസ്ഥാനിൽ സഞ്ചരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ സൈനിക നേതൃത്വത്തെ ഇപ്പോഴും നയിക്കുന്നത് ഭീകരർ തന്നെയാണ് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ രാത്രിയിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം. അതും 2 രാജ്യങ്ങൾ തമ്മിൽ ധാരണയുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ അതിർത്തിയിൽ നടത്തിയ പ്രകോപനത്തിലൂടെ അത് വേണം മനസ്സിലാക്കാൻ. ജിഷ്ണു, ശരി ഗൗതം, മറ്റൊന്നുണ്ട്. ഇന്നൊരു സുപ്രധാന ദിവസമാണ്. ഓപ്പറേഷൻ ശക്തിയുടെ 27ാം വാർഷികമാണിന്ന്. അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളുടെ ഭീഷണി തള്ളിക്കളഞ്ഞ് ഭാരതം വാജ്പേയി സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ പോഖ്രാൻ ടെസ്റ്റിംഗ് റേഞ്ചിൽ ആണവ ബോംബ് പരീക്ഷണം നടത്തിയതിൻ്റെ 27 ആണ്ടാണ്. മെയ് 11 മുതൽ മെയ് 13 വരെ 1998. ഗൗതം, കൃത്യസമയത്ത് തന്നെ വാർഷികവും വന്നു ചേരുകയാണ്.
പ്രദീപിള്ള, ഈ ദിവസം ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം സുപ്രധാനമായ ഒരു ദിനമാണ്. കാരണം ഒന്ന്, നമ്മുടെ അതിർത്തിയിൽ ഈ രീതിയിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പൊക്രാൻ അണുപരീക്ഷണത്തിന്റെ വാർഷികം കൂടി കടന്നു വരുന്നത്. കാരണം ഇന്നലെ ഈ സീസ് ഫയറിന് ധാരണയായതിനു ശേഷമൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ ഇന്ദിരാഗാന്ധി ഫാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി മഹാസംഭവമായിരുന്നു, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഉൾപ്പെടെ ഉപരോധങ്ങളെ എതിർത്തുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ 1998 മെയ് മാസം 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ഓപ്പറേഷൻ ശക്തി എന്ന് പേരിട്ടുകൊണ്ടുള്ള ആണവ പരീക്ഷണം ഭാരതം നടത്തിയത് എന്നുള്ളതാണ്. ലോക രാജ്യങ്ങൾ, അന്നത്തെ ലോക പോലീസായി പ്രവർത്തിച്ചിരുന്ന പല രാജ്യങ്ങൾ, അമേരിക്ക, അതോടൊപ്പം തന്നെ UK, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഭാരതത്തിന് ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറയുകയും ആണവ പരീക്ഷണത്തിൽ നിന്നും പിന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ആണവശക്തിയായി ഭാരതത്തിന് മാറേണ്ട അനിവാര്യത കൃത്യമായി മനസ്സിലാക്കി പൊക്രാനിൽ രണ്ടാമത്തെ അണുപരീക്ഷണം AB വാജ്പേയി സർക്കാർ നടത്തിയത് 1998 ഈ ദിവസം മുതൽ മെയ് 13 വരെയുള്ള 3 ദിവസങ്ങളിലാണ് എന്ന കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അണു പരീക്ഷണത്തിന് വലിയ എതിർപ്പുകൾ ഉള്ളപ്പോൾ നമ്മൾ അതിൽ എടുത്തു കാണേണ്ട ഒരു കാര്യം, അന്നത്തെ BJP സർക്കാരിന്റെ കേവല ഭൂരിപക്ഷം പോലും ഒറ്റയ്ക്കുണ്ടായിരുന്നില്ല. BJPക്ക് 182 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു പല പാർട്ടികളെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സഖ്യകക്ഷി സർക്കാർ നിൽക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ആണവ പരീക്ഷണത്തിന് AB വാജ്പേയി സർക്കാർ മുതിർന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഭാരതത്തിന് ആണവ ശക്തിയായി ഭാരതം മാറിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അയൽ രാജ്യങ്ങൾ, അയൽ ശത്രുക്കൾ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ നമുക്ക് നേരെ നടത്തുമായിരുന്നു എന്നതിനെപ്പറ്റി കൂടി ചിന്തിക്കേണ്ട ഒരു ദിനം തന്നെയാണ് മെയ് മാസം 11 എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആണവ പരീക്ഷണത്തിലേക്ക് ഭാരതം കടക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ 60-കൾക്ക് ശേഷം ചൈന എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു രാജ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചൈന ആണവ പരീക്ഷണത്തിലേക്ക് കടക്കുന്നത് 60-കൾക്ക് ശേഷമാണ്. അങ്ങനെ ചൈന ഒരു ആണവശക്തി ആയതോടുകൂടി കൃത്യമായി ഭാരതവും ആണവശക്തി ആകണം എന്നത് സംബന്ധിച്ചുള്ള ഒരു വികാരം നമ്മുടെ രാജ്യത്തും രൂപപ്പെട്ടു. അതേ തുടർന്നാണ് പിന്നീട് 2 തവണ പൊക്രാനിൽ വെച്ച് ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിൽ 1998 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമും ഒക്കെയാണ് ഈ ആണവ പരീക്ഷണത്തിന് വളരെ നിർണായകമായ പങ്ക് വഹിച്ചത്. അങ്ങനെ ഭാരതവും ഒരു കരുത്തുറ്റ ആണവശക്തിയായി മാറിയപ്പോൾ രണ്ടാമത്തെ തവണയും നമ്മൾ വിജയകരമായി ആണവ പരീക്ഷണം നടത്തിയത് 1998 ഇന്നത്തെ ഈ ദിനം മുതൽ മെയ് മാസം 11 മുതൽ 13 വരെയുള്ള 3 ദിവസങ്ങളിലാണ്. ഇന്ന് നമുക്കറിയാം ലോകത്തിൽ ഏതാണ്ട് 9ഓളം രാജ്യങ്ങൾ മാത്രമേ ആണവശക്തിയായിട്ടുള്ളൂ. അതിൽ നമ്മുടെ ഭാരതവുമുണ്ട്. ആണവശക്തിയായിട്ടുള്ള ലോകരാജ്യങ്ങളുടെ പേരുകൾ പെട്ടെന്നൊന്ന് വിശദീകരിച്ചാൽ അമേരിക്ക, അതുപോലെ തന്നെ റഷ്യ, ഫ്രാൻസ്, UK, ഭാരതം, അതുപോലെ തന്നെ ചൈന, പാകിസ്ഥാൻ, ഇസ്രായേൽ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളുടെ കൈകളിലാണ് ആണവായുധങ്ങൾ ഉള്ളത്. കൂടാതെ ഇറാന്റെ കൈകളിൽ ആണവായുധമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയുണ്ട്. പക്ഷേ ആണവ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇറാനെ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച ഭാരതം ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങളുടെ കയ്യിലാണ് ആണവശക്തി ഉള്ളത്. അതിൽ ഏഷ്യയിൽ ഭാരതത്തെ കൂടാതെ നമ്മുടെ 2 ശത്രു രാഷ്ട്രങ്ങൾ ചൈനയ്ക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പാകിസ്ഥാന്റെ കൈകളിലും ആണവ ബോംബുകളുണ്ട്. ഒപ്പം നോർത്ത് കൊറിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, കിങ് ജോങ് ഉന്നിന്റെ നോർത്ത് കൊറിയയ്ക്കും ആണവശക്തിയാണ്. അതിനാൽ ഏഷ്യയിലെ 4 രാജ്യങ്ങളുടെ കൈകളിൽ ആണവ ആയുധങ്ങളുണ്ട്. അതിനാൽ തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മളൊരു ആണവശക്തി അല്ലായിരുന്നുവെങ്കിൽ എന്ന ചോദ്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. അങ്ങനെ ഒരു ആണവശക്തിയായി നമ്മൾ മാറിയില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ നമ്മളെ നയിച്ചിരുന്നവർ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശത്രു നമ്മളുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു കയറിയേനെ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ലോകത്തിലെ ആണവശക്തികളുടെ പട്ടികയിൽ ഭാരതമുണ്ട്. അതിൽ സുപ്രധാനമായ 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ നടന്ന APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ശക്തിയുടെ 27 വർഷം അതിന്ന് കടന്നു പോകുകയാണ്. പ്രദീപിള്ള. ഓക്കെ ഗൗതം, വളരെ കൃത്യമായി ഓപ്പറേഷൻ ശക്തിയുടെ വിശദാംശങ്ങളാണ് ഗൗതം പങ്കുവച്ചത്. അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് ഭാരതം ആണവശക്തി അല്ലായിരുന്നെങ്കിൽ എന്തെല്ലാം കോട്ടങ്ങൾ ഭാരതത്തിന് ഏൽക്കുമായിരുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു സമ്പൂർണ്ണ ആണവ രാജ്യമായി
പരീക്ഷണം നടത്തിയ ശേഷം AB വാജ്പേയിയുടെ കൃത്യമായിട്ടുള്ളൊരു മറുപടി പാർലമെന്റിലുണ്ട്. ഒരു ആറ്റം ബോംബിന് മറുപടി മറ്റൊരു ആറ്റം ബോംബ് തന്നെയായിരിക്കണമെന്ന്. എങ്ങനെയായിരിക്കണം ഭാരതം മുൻപോട്ട് പോകേണ്ടത് എന്ന വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ഭാരതം നടത്തിയിട്ടുള്ള 1998 പൊക്രാനിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ശക്തി 11-ന് 3 സ്ഫോടനങ്ങൾ 13-ന് 2 സ്ഫോടനങ്ങളും നടത്തിക്കൊണ്ട് മിസൈൽ മാൻ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഭാരതം ഒരു സമ്പൂർണ്ണ ആണവ രാജ്യമായി അമേരിക്കൻ ചാരക്കണ്ണുകൾ പോലും തകർത്തുകൊണ്ട്. അതെ, ഈ ഘട്ടത്തിൽ സമാനമായ ഒരു പരാമർശം APJ അബ്ദുൽ കലാമിൽ നിന്നുണ്ടായിട്ടുണ്ട്. APJ അബ്ദുൽ കലാം പറഞ്ഞിരുന്നത്, നമ്മളോട് ഈ കഥ പങ്കുവച്ചത് മുൻ ഇസ്രോ ചെയർമാനായ ഡോക്ടർ G മാധവൻ നായരാണ്. APJ അബ്ദുൽ കലാം അന്തരിച്ച് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ഭാരതം ഒന്നാകെ ഈ രാമേശ്വരത്ത് സംഗമിച്ചപ്പോൾ ഞാൻ മാധവൻ നായർ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഇദ്ദേഹം സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു, സമാധാനത്തിൻ്റെ ദൂതൻ എന്ന് വിളിക്കുന്നു. അതേസമയം തന്നെ APJ അബ്ദുൽ കലാം എന്ന വലിയ മനുഷ്യൻ അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇതിലൊരു വൈരുദ്ധ്യമില്ലേ സാർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മനോഹരമായി ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വിശദീകരിച്ച്, ശക്തമായ ഒരു രാഷ്ട്രത്തിന് മാത്രമേ, ശക്തമായ ഒരു ഭാരതത്തിന് മാത്രമേ ഭാരതത്തിലും ഈ പ്രദേശത്ത് ആകെയും സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പം ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഒരേ ആറ്റം ബോംബ് കയ്യിലില്ലാതെ സമാധാനം എന്ന് വാദിക്കുന്നത് പണ്ടെന്നോ പാളിപ്പോയ അഹിംസ പോലെ ആയിപ്പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. അപ്പോൾ ആ ശക്തി ഉള്ളത് കൊണ്ടാണ്, അന്ന് ആ ശക്തി ആർജിച്ചത് കൊണ്ടാണ് ഇന്ന് അതവിടെ നിർത്തിയിട്ട് ആ ഭീതിയില്ലാതെ, ആ ഭയമില്ലാതെ നമ്മൾ വികസനത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയുടെയും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുടെയും ചിറകിലേറി വലിയ ശക്തിയായി നമുക്കിന്ന് കുതിക്കാൻ കഴിയുന്നത്. ജിഷ്ണു, വളരെ കൃത്യമായിട്ടുള്ള ദർശനം തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വം, മുൻകാലങ്ങളിലെ ഭരണ നേതൃത്വമാണെങ്കിലും മിസൈൽ മാൻ APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള പ്രഗത്ഭ വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ ഒന്നിനെയും കടന്നാക്രമിക്കരുത് എന്ന വ്യക്തമായ നിലപാട്. എന്നാൽ ഇങ്ങോട്ടേക്കാരും വരരുത്, വന്നാൽ തിരിച്ചടിക്കാനുള്ള കോപ്പും കരുത്തും നമുക്കുണ്ടെന്ന് ഉറപ്പാക്കുക. അതെ, വളരെ കൃത്യമായി ഭാരതം ആണവ രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പൊക്രാനിൽ ഇത്തരത്തിൽ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ വാർഷികം കൂടിയാണ് ഇന്ന് കടന്നുപോകുന്നത്. ഓപ്പറേഷൻ ശക്തി നമ്മുടെ മുൻ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ്, 98-ലാണ് അത്തരത്തിൽ പൊക്രാനിൽ 2 സ്ഫോടനങ്ങൾ മെയ് 11-നും 13-നും സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് അമേരിക്കൻ ചാരക്കണ്ണുകൾ പോലും വെട്ടിച്ചുകൊണ്ട് ഭാരതം ഒരു ആണവ രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്. ഏതായാലും ഈ രാജ്യത്തുടനീളം ഈ ജമ്മു കാശ്മീരിലെയും അതിർത്തി മേഖലയിലെയും ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്കൊപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭീകരവിരുദ്ധ പോരാട്ടങ്ങളും അതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്.